കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ മാറി മാറി പ്ലാൻ ചെയ്ത് തോറ്റുപോയൊരു കാര്യമാണ് ഗൈസ് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരു ട്രിപ്പ് പോകാന്നുള്ളത്. അതായത് നമ്മുടെ ക്യൂട്ടിയർ ഫാമിലി എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഗൈസ് ദൈ കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുന്നത്. ഇവനെ രാവിലെ എണീപ്പിച്ച് നമ്മുടെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്തായാലും നമുക്ക് അധികം പണിപ്പെടേണ്ടി വന്നില്ല ഗൈസ്, നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ കാണുന്ന ഒരു കൂട്ടം ആൾക്കാർ വെളുപ്പിന് ഒരു 4-4:30 തൊട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എത്തിയപ്പം. പിന്നെ നിൽക്കാൻ തീരെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്യോർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വയറ്റിൽ ഗുളു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അവിടെ കയറി നല്ല ചൂട് മസാല ദോശയും അവർ പൂരി സംതിങ് അങ്ങനെ എന്തൊക്കെ കഴിച്ചിട്ടോ. മസാല ദോശ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ ഒരു പരുവത്തിന് വെച്ച് അവസാനിപ്പിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് നേരത്തെ അങ്ങ് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, എങ്ങോട്ടാണ് പോന്നേന്നുള്ളത് ഞാനിതുവരെ വെളിപ്പെടുത്തിയില്ലല്ലോ. ഇപ്പൊ സ്പോട്ട് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഇതുവരെ മടുത്തില്ലേന്ന്. അതെ ഗൈസ്, നമ്മൾ എഗെയിൻ മൂന്നാർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടെ വന്നവർ പല പ്രാവശ്യം വന്നിട്ടില്ല ഗൈസ്. അങ്ങനെ വ്യൂ പോയിന്റിൽ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി നിന്ന സമയത്താണ് ഈ ഒരു സംഭവം എന്റെ കണ്ണിൽ പെടുന്നത് കേട്ടോ. ഇത് നമ്മുടെ മറ്റേ നോർത്ത് ഇന്ത്യൻ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ തേയില നുള്ളുന്ന ഫോട്ടോസ് ഒക്കെ നമുക്ക് എടുത്തു തരും. കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ വന്നപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ച സംഭവമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു ഗീസ്, മാത്രമല്ല ഹെവി ട്രാഫിക്കും. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ഉണ്ടല്ലോ പൊളി ക്ലൈമറ്റ് ആയിരുന്നു ഗീസ്. വെയിലും ഇല്ല, മഴയില്ല, ട്രാഫിക്കും ഇല്ല, അങ്ങനെ അടിപൊളി. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചെടുത്തു ഗീസ്. അടിപൊളി കുറേ ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ 100 രൂപയാണ് ഒരു ഫോട്ടോ ഒരു ഫ്രെയിം ചെയ്ത് തരുന്നതിന് ചാർജ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മൾ എടുക്കുന്ന ഓരോ ഫോട്ടോസിനും 40 രൂപ വെച്ചിട്ട് അവർക്ക് കൊടുക്കണം, നമ്മുടെ ഫോണിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ അവിടുത്തെ ഗുസ്തിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലോട്ടാണ് ഗീസ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ പിറകെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ.